ഡൽഹി നോയിഡ അതിർത്തിയിൽ പ്രതിഷേധിച്ച കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. നോയിഡ സെക്ടർ 18-ലെ അംബേദ്കർ പാർക്കിന് സമീപത്ത് ദളിത് പ്രേരണ സ്ഥലിൽ ആയിരുന്നു കർഷകർ ഇന്നലെ തങ്ങിയത്. സർക്കാർ തീരുമാനം അറിയിക്കുന്നതുവരെ പാർലമെന്റിൽ മാർച്ച് നിർത്തിവെക്കാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, കർഷകരെ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്? പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതീക്ഷ സമീപത്ത് തന്നെയുള്ള ഈ ഗൗതം ബുദ്ധ നഗർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ കർഷകരെ നിലവിലുണ്ടായിരുന്നത് 50-60 പേർ മാത്രമാണ് അവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ പാർലമെന്റ് മാർച്ച് എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ 200-ലധികം ഉണ്ടായിരുന്ന കർഷകർ മാർച്ച് ചെയ്തെത്തിയത്. പക്ഷേ സർക്കാരിന് അവസാനത്തെ ഒരു സമയം നൽകുക എന്നുള്ള രീതിയിൽ ഉത്തർപ്രദേശ് സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഒരു 4 ദിവസത്തെ സമയം കൂടി ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താൻ വേണ്ടി കർഷകർ നൽകിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ പാർലമെന്റ് മാർച്ചുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ള കാര്യമാണ് സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള കർഷക സംഘടനകൾ എടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഡൽഹി നോയിഡ അതിർത്തിയിലുള്ള നോയിഡ സെക്ടർ 18 ഈ അംബേദ്കർ പാർക്കിൽ തന്നെ തങ്ങാൻ വേണ്ടി ഈ 4 ദിവസവും തങ്ങാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നതും തങ്ങാൻ വേണ്ടിയുള്ള സാമഗ്രികൾ അടക്കം ഇവർ കൊണ്ടുവന്നതും. എന്തായാലും ഇന്ന് രാവിലെ ആളുകൾ കുറഞ്ഞ സമയത്ത്, അതായത് വീട്ടിൽ പോയി മടങ്ങി വരാൻ വേണ്ടി ചില കർഷകർ അവിടെ നിന്നും പോയി എന്നുള്ളതാണ് അവർ അന്വേഷിച്ച സമയത്ത് നമുക്ക് വ്യക്തമാക്കുന്നത്. ആ സമയത്ത് ബാക്കിയുണ്ടായിരുന്ന 50-60 പേരെ മാത്രം ഈ റാപ്പിഡ് റിയാക്ഷൻ ഫോഴ്സും അതുപോലെ തന്നെ പോലീസുകാരും വന്ന് ബസ്സിൽ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസും പറയുന്നത്. നിലവിൽ ഇവരെ ഗൗതം ബുദ്ധ നഗർ പോലീസ് സ്റ്റേഷനിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ നാളെയോ അതല്ലെങ്കിൽ അടുത്ത ദിവസമോ വിട്ടയക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ചും കരുതൽ തടങ്കിൽ ആക്കിയ ശേഷം ഇവരെ വിട്ടയക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ശരി, അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.